ഹിന്ദുമത വിശ്വാസിയാണെന്ന ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമാണ് കെ.ആർ. നാരായണനെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ബി.ജെ.പി. പിന്തുണച്ചു തന്ന മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ ഒ. രാജഗോപാലിന്റെ വെളിപ്പെടുത്തൽ വിവാദമാകുന്നു. പാലാ മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ പ്രസിഡന്റ് എ.ബി.ജെ. ജോസ് പുറത്തിറക്കിയ കെ.ആർ. നാരായണൻ ഭാരതത്തിന്റെ സൂര്യ തേജസ് എന്ന പുസ്തകത്തിൽ രാജഗോപാൽ എഴുതിയ ലേഖനത്തിലാണ് വിവാദ പരാമർശം. രാഷ്ട്രപതി സ്ഥാനം പോലുള്ള രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തേക്ക് കെ.ആർ. നാരായണന്റെ വ്യക്തിപ്രഭാവമോ രാഷ്ട്രതന്ത്രജ്ഞതയോ അല്ല, ജാതിമത പരിഗണന മാത്രമാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ബി.ജെ.പി. പരിഗണിച്ചതെന്ന രാജഗോപാലിന്റെ വെളിപ്പെടുത്തലാണ് വിവാദമായിരിക്കുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കെ.ആർ. നാരായണനെ പിന്തുണയ്ക്കുന്നതിൽ ബി.ജെ.പിയിൽ എതിരഭിപ്രായം ഉണ്ടായതായി ലേഖനത്തിൽ പറയുന്നു. കെ.ആർ. നാരായണൻ ക്രിസ്ത്യാനിയാണെന്നായിരുന്നു എതിർത്തവർ പറഞ്ഞത്. ഇതിന്റെ യാഥാർത്ഥ്യമറിയാൻ പാർട്ടി തന്നെ ചുമതലപ്പെടുത്തി എന്ന് രാജഗോപാൽ പറയുന്നു. താൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചു. കെ.ആർ. നാരായണൻ ഹിന്ദുമതത്തിൽ ഉറച്ചു നിൽക്കുന്നയാളാണെന്ന് ബോധ്യമായെന്നും അതേസമയം ഭാര്യ ഉഷാ നാരായണൻ ഉറച്ച കത്തോലിക്ക വിശ്വാസിയാണെന്നും പാർട്ടി പാർലമെന്ററി യോഗത്തിൽ താൻ റിപ്പോർട്ട് നൽകിയെന്നും രാജഗോപാൽ ലേഖനത്തിൽ പറയുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറിയായ കുശഭാവു താക്കറെ ഇക്കാര്യം RSS സർക്കാര്യവാഹകയായിരുന്ന H.V. ശേഷാദ്രിയെ ബോധ്യപ്പെടുത്തി. തുടർന്നാണ് നാരായണന് പിന്തുണ നൽകാൻ ബി.ജെ.പി. തീരുമാനമെടുത്തതെന്നും ലേഖനത്തിൽ വിശദമാക്കുന്നു. തീരുമാനമറിഞ്ഞപ്പോൾ വാജ്പേയിയെ വിളിച്ച് നാരായണൻ നന്ദി പറഞ്ഞുവെന്നും രാജഗോപാൽ പറയുന്നു. എന്നാൽ രാജഗോപാലിന്റെ വെളിപ്പെടുത്തൽ സങ്കുചിത മതചിന്തയാണെന്നും മതേതരത്വ ചിന്താഗതിക്ക് എതിരാണെന്നുമുള്ള വാദവുമായി പാർട്ടിയിലെ ഒരു വിഭാഗം അണിയറയിൽ കരുക്കൾ നീക്കുകയാണ്. രാജു ആനിക്കാട്, സൂര്യ ന്യൂസ്, കോട്ടയം. കെ.ആർ. നാരായണൻ മതം മാറിയതെന്ന് അന്വേഷിച്ചതായും ഇത് സംബന്ധിച്ച് ബി.ജെ.പിയിലെ ചില നേതാക്കളുടെ സംശയം തിരുത്തിയതായും ഒ. രാജഗോപാൽ സ്ഥിരീകരിച്ചു. സൂര്യ വാർത്തകൾക്ക് അനുവദിച്ച ടെലിഫോൺ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജാതിയല്ല, അദ്ദേഹം മതം മാറിയിട്ടുണ്ടോ ഇല്ലെന്നാണ് അറിയേണ്ടിയിരുന്നത്. ജാതിയുടെ പ്രശ്നമല്ല. അദ്ദേഹം ഷെഡ്യൂൾ കാസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. മതം മാറിയിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ ചില ആൾക്കാർക്കുണ്ടായിരുന്നു. അത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. അന്വേഷിച്ച ശേഷം അറിയിച്ചു, അത്രയേ ഉള്ളൂ. ബി.ജെ.പി. ഞാൻ ബി.ജെ.പിക്കാരല്ല പറഞ്ഞത്. അതിൽ ബി.ജെ.പിക്കാർ ഞാൻ പറഞ്ഞില്ലല്ലോ. അതിൽ ചില ആൾക്കാര്, ചില നേതാക്കന്മാർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഒരു ആരോപണം ഉണ്ട്, എന്താ വസ്തുത എന്ന് അറിയാനായിട്ട്. ആ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അങ്ങനെ എല്ലാം ശരിയല്ല എന്ന് പറഞ്ഞില്ലായിരുന്നു. എതിർപ്പിന്റെ അല്ല, അങ്ങനെ സംശയം ഇങ്ങനെ ചില പിന്നെ മതം മാറിയിട്ടുള്ള ആളാണെന്നുള്ള ഒരു തെറ്റായ ധാരണ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ചിട്ടുള്ള സംശയമാണ് പ്രകടിപ്പിച്ചിരുന്നത്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞു.